നടി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ്, തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ എന്നിവർക്കെതിരെ നടി അൻസിബ ഹസൻ നൽകിയ ഹർജിയിൽ ഇന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. മൂവർക്കുമെതിരെ കേസെടുക്കണം എന്നായിരുന്നു അൻസിബയുടെ ആവശ്യം. തൃപ്പൂണിത്തുറ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുക. പരാതിയിൽ കഴമ്പില്ല എന്നും പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി തൃക്കാക്കര SP നേരത്തെ കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അൻസിബ ലക്ഷ്മിപ്രിയയ്ക്കും SI രേഷ്മയ്ക്കുമെതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്നായിരുന്നു തൃക്കാക്കര ACPയുടെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ടാണ് കമ്മീഷണർക്ക് കൈമാറിയത്. അത് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കോടതിയുടെ അടുത്ത നീക്കമാണ് നിർണായകമാകുന്നത്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട തുടർ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കോടതി ഒരു അന്തിമ വിധിയിലേക്ക് എത്തുക. അതിനിടയിൽ അൻസിബ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലീസിനെ രൂക്ഷ വിമർശനമായിരുന്നു ഉന്നയിച്ചത്. അന്വേഷണത്തിന്റെ പേരിൽ നടക്കുന്നത് പ്രഹസനം എന്നായിരുന്നു അൻസിബ പറയുന്നത്. ഒപ്പം എങ്ങനെയാണ് FIR പോലും ഇടാത്ത ഒരു കേസിൽ ഈ ആരോപണ വിധേയരാകുന്നവരുടെയും സാക്ഷികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുവാൻ പോലീസിന് കഴിയുന്നത്? അത്തരത്തിലൊരു അന്വേഷണ റിപ്പോർട്ട് പരാതിക്കാരി എന്ന നിലയ്ക്ക് തന്നിലേക്ക് തരേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് തരാതെ അത് ആരോപണ വിധേയർക്ക് കൈമാറുന്നതിലും അനീതിയുണ്ടെന്നാണ് അൻസിബ പറയുന്നത്. തനിക്ക് നീതിയുടെ കിരണങ്ങൾ അകലെയാണ് എന്നുകൂടി അൻസിബ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിയെയും ടാഗ് ചെയ്തുകൊണ്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അൻസിബ ഇന്നലെ ഇട്ടിരുന്നത്. എന്തായാലും ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണം അത് ഏറെ നിർണായകമാണ്. അതിനിടയിൽ ടിനി ടോമിനെതിരായിട്ട് നൽകിയ പരാതിയിൽ ടിനി ടോമിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് ചില ആളുകളുടെയും, അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നീന കുറുപ്പ്, ശ്വേതാ മേനോൻ, ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി. അതിൽ ശ്വേതാ മേനോൻ ടിനി ടോമിന് അനുകൂലമാകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അത്തരത്തിൽ അൻസിബയോട് മോശമായി പെരുമാറിയത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു പ്രതികരണം. അതോടൊപ്പം തന്നെയാണ് നീന കുറുപ്പ് അൻസിബയ്ക്ക് അനുകൂലമാകുന്ന രീതിയിലും ഒരു മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. അതിലും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. തുടർ നടപടികൾ പരിശോധിച്ച ശേഷമായിരിക്കും കേസെടുക്കുന്നതിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടവന്ത്ര പോലീസ് കടക്കുകയുള്ളൂ. നിലവിൽ അൻസിബ നൽകിയ 2 പരാതികളിലും പോലീസ് കേസെടുത്തിട്ടുമില്ല. 21-ാം തീയതിയാണ് അമ്മ താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം ചേരുന്നത്. അന്ന് ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാകും. ലക്ഷ്മിപ്രിയ തന്റെ പക്കലുള്ള തെളിവുകളെല്ലാം തന്നെ അന്ന് അമ്മ സംഘടനയിൽ ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കുമെന്ന് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.